ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് നമുക്കിപ്പോൾ ടോപ്പിൻ്റെ അളവ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ആ അളവ് ടോപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടല്ല നമ്മൾ കട്ട് ചെയ്യണത്. നമ്മൾ ആ ഒരു ടോപ്പ് ഡയറക്റ്റ് അതിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് അത് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളത് കട്ടിങ് മാത്രമേ കാണിക്കണുള്ളൂ, അല്ലാതെ സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും ഒപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടിയും ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എന്താ അവിടെ ഇതാണ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ. അപ്പോൾ ഇത് എനിക്കുള്ള ടോപ്പ് തന്നെയാണ് ഞാൻ ചെയ്യണത്. പക്ഷേ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ. അതിൽ തന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ അവിടെ ലൈനിങ് മെറ്റീരിയലിലാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതിനെ ആദ്യം നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ടോപ്പ് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. നാലാക്കി മടക്കിയിട്ട ആ ഒരു ക്ലോത്തിന് മീതേക്ക് നമ്മൾ ഇതേപോലെ ടോപ്പിന് ഇട്ട് കൊടുക്കുക. ടോപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ആ ഒരു നല്ല വശത്തോട്ടാണ് നമ്മൾ നിവർത്തിയിട്ടിട്ടുള്ളത്. അതിനെ ഇതേപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കുക. ആ ഒരു ടോപ്പിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ അങ്ങനെ വരുമ്പോൾ മൊത്തം 4 ഇതൊക്കെ വരും കേട്ടോ. അങ്ങനെ വരുന്ന വിധത്തിലായിട്ട് നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക. മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷനും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കറക്റ്റാക്കിയിട്ട് തന്നെ ഇടണം കേട്ടോ. ഇങ്ങനെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റാക്കിയിട്ട് തന്നെ വെക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അരികത്തൂടെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയാണോ അളവ് മെഷർമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്യണത്, അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ മാർക്ക് ചെയ്യുന്ന ടൈമിൽ ആദ്യം നമ്മൾ കറക്റ്റാക്കിയിട്ടുള്ള ഷോൾഡർ ആ ഒരു ടോപ്പിൽ എങ്ങനെയാണോ കറക്റ്റായിട്ട് നിൽക്കുന്നത് ആ ഷോൾഡർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് നീക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ആദ്യം കറക്റ്റാക്കിയിട്ട് മാർക്ക് ചെയ്തു. അതിന് ശേഷം തൊട്ടപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വിട്ടിട്ടോ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എം ഹോളിൻ്റെ പോർഷനും കറക്റ്റ് എത്രയാണോ വരുന്നത്, എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1/4 ഇഞ്ച് നമ്മൾ മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് എങ്ങനെയാണോ ആ ഒരു ടോപ്പിൽ ഷേപ്പ് വരുന്നത് അത് കറക്റ്റാക്കിയിട്ട് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സ്ലിറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് അവിടെ അറിയണമല്ലോ സ്ലിറ്റ് അവിടം വരയ്ക്കാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ ഒരു സ്ലിറ്റ് തുടങ്ങണമെന്നുള്ളതൊന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷേപ്പൊക്കെ കറക്റ്റാക്കിയിട്ട് വരച്ചു. പിന്നെ താഴോട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ വരച്ച് പോണത്. നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്നിടത്ത് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എം ഹോള് കറക്റ്റാക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ നമ്മൾ എം ഹോള് കറക്റ്റ് വരുന്നതിനെ കുറച്ച് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങനെ നീക്കിയിട്ട് നമ്മുടെ വിരൽ വെച്ച് കൊടുക്കുക. വിരലിൻ്റെ തുമ്പ് എത്തുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 or 3 മാർക്കിങ് വന്നാൽ തന്നെ നമുക്ക് ആ ഒരു എം ഹോള് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ അതാ ഞാൻ നെക്കിൻ്റെ പോർഷനും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് ഫുള്ളായിട്ട് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും വിഡ്ത്തും ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തീരെ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഒരു സ്വന്തമായിട്ടുള്ള ടോപ്പ് കയ്യിലുണ്ടാവുമല്ലോ, എന്തായാലും അവനവൻ്റെ ടോപ്പ് എടുക്കുക, അത് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ എം ഹോളൊക്കെ കറക്റ്റാക്കിയിട്ട് ഇതാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, അത് അതേപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ഇപ്പോൾ കറക്റ്റാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുണ്ട്. തയ്യൽ തുമ്പ് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5-2 ഇഞ്ച് മാർക്ക് ചെയ്താലും 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അഴിച്ചിടണം, ഒന്ന് ലൂസാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ
കൂടുതൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 ഇഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അതുവരേക്കും 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താ അവിടെ 1 ഇഞ്ചാണ് കേട്ടോ. സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ എന്തായാലും നമുക്ക് 1 ഇഞ്ച് എടുത്താൽ മതി. അതായിരിക്കും നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ, അവിടെ ആ 1 ഇഞ്ച് ഇടുമ്പോഴാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് വൃത്തിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്കും നമുക്കതൊന്ന് സെയിം ഇങ്ങനെ വരച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു 2 വിഡ്ത്തും ലെങ്ത്തും കൂടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്കും ഫ്രണ്ടും സെയിം തന്നെ ആയതുകൊണ്ട് ഞാൻ മാറ്റി വരയ്ക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും എത്രയാണോ വേണ്ട ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഫ്രണ്ടും ബാക്കും നെക്കും ഒരേ ലെങ്ത്ത് ആയതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ആദ്യം മാർക്ക് ചെയ്തത് കൂടെ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ 4 ഇഞ്ച് അതുപോലെ തന്നെ 1.5 ഇഞ്ചൊക്കെ വിട്ടിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ മാർക്കിങ്ങിലൂടെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എം ഹോളിൻ്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നതും ഒക്കെ ഇതേപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പോർഷൻ എൻഡ് വരേക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ഞാൻ 2 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ സ്മോളൊക്കെയാണ് കേട്ടോ സൈസ് വരുന്നത്. നമുക്കൊരു 32 ഒക്കെയാണ് സൈസ് വരുന്നത്, ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലേക്ക് ഞാൻ 2 മീറ്ററാണ് ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്ലീവിന് ലൈനിങ് കൊടുക്കണമില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്ലോത്തിൻ്റെ ഞാൻ ഓപ്പണായി കിടക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, താഴ്ഭാഗം വരുന്ന നമ്മൾ 4ആക്കി മടക്കിയിടുമ്പോൾ ഇപ്പോൾ മോൾ വശത്ത് ഞാൻ ഓപ്പണായി കിടക്കുന്ന പോർഷനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കതിൽ ബാലൻസ് ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അത് ഒരു ഉപകാരത്തിലേക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ക്ലോത്ത് 2.5 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫുൾ സ്ലീവ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുൾ സ്ലീവ് വെച്ചില്ല, ഞാൻ പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് മാത്രമായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ ഞാൻ ഈ നല്ല ക്ലോത്തിൻ്റെ മോൾ വശം ഓപ്പണായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. 4ആക്കി മടക്കിയിട്ടിട്ട് അതിന് മീതേക്ക് ഞാൻ ഈ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചിട്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ അളവിലുള്ള ഒരു ചുരിദാർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതുള്ള ഒരു മെഷീനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തീരെ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡിലാവുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ഞാൻ സ്ലിറ്റിൻ്റെ പോർഷൻ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു കിട്ടാം. കാരണം നമുക്കത് അറിയണം കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ അളവെടുത്ത് ചെയ്യുന്ന സെയിം നമുക്കൊരു കറക്റ്റായിട്ടുള്ള അളവായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റാക്കിയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് 2.5 മീറ്ററായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം വിഡ്ത്തും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബാലൻസ് വെച്ചിട്ട് ഞാൻ ഒരു ടോപ്പും കൂടി, ഒരു മോൾക്ക് ജീൻസിന് പറ്റിയ ഒരു ടോപ്പും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. ആ ഒരു ടോപ്പ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ സെയിം തുണി വെച്ചിട്ടല്ല, ആ ഒരു മോഡലിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇത് കട്ട് ചെയ്യൽ. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവ് കട്ട് ചെയ്യണത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുക്കണില്ല. ഈ ഒരു ക്ലോത്തിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യണില്ല കേട്ടോ. ഞാൻ നല്ല ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാറില്ല. നമ്മൾ ആ ഒരു ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡ് പീസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുള്ള സൈഡ് പീസാണ് കേട്ടോ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് അതിനെ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് 4 ആക്കിയിട്ട് മടക്കിയിടുക. ഇപ്പോൾ ഇത് 4 പീസ് ഉണ്ടായിരുന്നു, അതിന്ന് 2 പീസാണ് നമ്മൾ എടുക്കണുള്ളൂ. 2 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മൊത്തം നമുക്ക് 4 പീസ് നമുക്ക് ഉണ്ടായിരുന്നു, അതിന് 2 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ ഞാൻ 4 ആക്കിയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സെയിം മെറ്റീരിയൽ ആ ഒരു ടോപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുൻപൊക്കെ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആം ഹോൾ കട്ട് ചെയ്ത് പോയിട്ടുള്ള പോർഷൻ ഉണ്ടാവില്ലേ, നമ്മൾ നല്ല ക്ലോത്തിലായാലും അല്ലെങ്കിൽ ലൈനിങ്ങിലായാലെങ്കിലും നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആം ഹോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ അളവിനെടുത്തിട്ടുള്ള ഒരു ടോപ്പ് ഉണ്ടല്ലോ, അളവിനെടുത്ത ഒരു ടോപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സ്ലീവിന് ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നീക്കിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഡ്ത്ത് വൈസിലായിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താണ് നമ്മുടെ ഈ സ്ലീവിൻ്റെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ പോർഷൻ വെച്ച് കൊടുക്കുന്നത്, കണ്ടില്ലേ. എന്നിട്ട് അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ആ ഭാഗം അവസാനിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിനൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പ് ആക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുകളിൽ ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇതിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ പഫ് സ്ലീവ് ആയതുകൊണ്ട് പഫ് ഇട്ട് കൊടുക്കുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴ്ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും ഇങ്ങനെ വരച്ചെടുക്കുക ചെയ്തിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും ഇങ്ങനെ അളവെടുക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ താഴെ ഇലാസ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാ പഫ് ഇട്ട് കൊടുക്കുന്ന വരേക്കും ഇതാ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകളിൽ 2 ഇഞ്ചിൽ നിന്ന് താഴെ നമ്മൾ വിഡ്ത്തിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണണം എന്നുള്ളവർക്ക് പോയി കണ്ടു നോക്കി നോക്കാം കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.